الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله الله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب إلى آخر الآية صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى നമ്മളെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരികയും ശേഷമുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ആളുകൾ ജീവിച്ചതുപോലെ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ കലിമ പറഞ്ഞുകൊണ്ട് മരണപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ പേരുടെയും ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായി അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഹോസ്പിറ്റലുകളിലും മറ്റുമായി കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫ നൽകുകയും എല്ലാ തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹുവിൻ്റെ കോടിക്കണക്കിന് വരുന്ന സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നാം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതായത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൻ്റെ ഒരു പെണ്ണിൻ്റെ മക്കളായിട്ടാണെന്നാണ്. ആ ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മക്കളായിട്ട് ജനിച്ച മനുഷ്യർ പല പ്രകൃതക്കാരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. പല സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്, പല നിറങ്ങളുള്ള ആളുകളുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്, പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നാടുകളിലായി മനുഷ്യൻ വ്യത്യസ്തമായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യരിൽ ധാരാളം നന്മകൾ ചെയ്യുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ലോകത്തിന് ഒരുപാട് നന്മകൾ സംഭാവന ചെയ്ത ഒരുപാട് ആളുകളെ നമുക്കറിയാം.
വൈദ്യശാസ്ത്രത്തിൽ നോക്കുമ്പോൾ ഇബ്നു സീന എന്ന് പറയുന്ന ഒരു വലിയ വിശ്വകാരനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത മനുഷ്യനാണ്. അതുപോലെ ഗണിതത്തിൽ എടുത്തു നോക്കിയാൽ മൂസൽ ഖുവാരസ്മി എന്ന് പറയുന്ന ലോകത്ത് മനുഷ്യന് ഏറ്റവും ഉപകാരപ്പെടുന്ന നിലയിൽ ആൽജിബ്രയുടെ അൽഗോരിതം കണ്ടുപിടിച്ച അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മദർ തെരേസയെ പോലെ രോഗികൾക്ക് കൂട്ടിരുന്ന, ആരും അടുപ്പിക്കാത്ത കുഷ്ഠരോഗികളുടെ അടുത്ത് പോയിരുന്ന സാന്ത്വനം നൽകിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ. അങ്ങനെ ലോകത്ത് ധാരാളം മനുഷ്യർ ജീവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് നന്മകൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകൾ. അതിൻ്റെ ഒരു മറുവശം എടുത്ത് നോക്കിയാൽ തിന്മകൾ ചെയ്ത് ജീവിച്ച് മരിച്ചു പോയവരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ, ചില മനുഷ്യരിൽ എത്രയും വലിയ തിന്മകൾ ചെയ്ത ആളായാലും അല്ലാഹു ആ നന്മയുടെ ഒരു തരി അവരിൽ അവശേഷിപ്പിക്കും എന്നുള്ളതാണ്. ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനീ ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിയിട്ട് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യന്റെ ഹോബി എന്ന് പറയുന്നത് മനുഷ്യരെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കൊലകൾ നടത്തി, 99ഓളം കൊലകൾ നടത്തിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ 99 കൊലകൾ നടത്തിയ ഈ മനുഷ്യൻ എപ്പോഴോ ഒരു മനസ്സിൽ ഒരു വ്യതിചലനമുണ്ടായി. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ തനിക്ക് അല്ലാഹുവിൽ നിന്ന് പശ്ചാത്താപം ലഭിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ സ്വന്തം നാട്ടിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം വലിയൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് എത്തി. ആ പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ 99 ആളുകളെ കൊന്ന മനുഷ്യനാണ്. എനിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും അല്ലാഹു എൻ്റെ തൗബ, എൻ്റെ പശ്ചാത്താപത്തെ അല്ലാഹു സ്വീകരിക്കുമോ? അപ്പോൾ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു, നിങ്ങൾ 99 ആളുകളെ കൊന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ തൗബയെ സ്വീകരിക്കത്തില്ല. ഇത് കേട്ടിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു നിൽക്കാൻ സാധിച്ചെന്ന് വരില്ലായിരിക്കാം. അദ്ദേഹം ആ പണ്ഡിതനെ കൊന്നുകളഞ്ഞു. പിന്നീട് അദ്ദേഹം വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മനസ്സിലൊരു ആദി കയറുകയാണ്, അല്ലാഹുവേ, എനിക്ക് നിന്റെ അടുക്കൽ തൗബ ഉണ്ടാകുമോ? അങ്ങനെ മറ്റൊരു പണ്ഡിതനെ അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് പോയി ആ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പണ്ഡിതനെ അദ്ദേഹം കണ്ടെത്തി. ആ കണ്ടെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ 100 പേരെ കൊന്നിട്ടാണ് വരുന്നത്, എനിക്ക് പശ്ചാത്തപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാഹു എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും, പക്ഷേ നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നല്ല ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്തു പോകണം. അങ്ങനെ ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ്. വഴിമധ്യേ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കാരുണ്യത്തിൻ്റെ മലക്കുകളും അതുപോലെ നരകത്തിൻ്റെ മലക്കുകളും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയും അവർ പരസ്പരം തർക്കിക്കുകയും ചെയ്തു. ഒരു കൂട്ടർ പറഞ്ഞു, ഇദ്ദേഹം ഒരുപാട് 100ഓളം ആളുകളെ കൊന്ന ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹം നരകത്തിൻ്റെ അവകാശിയാണ്, ഇദ്ദേഹത്തിന് നരകത്തിലേക്ക് കൊണ്ടുപോകണം. സ്വർഗത്തിൻ്റെ മലക്കുകൾ അവകാശപ്പെട്ടു, ഇദ്ദേഹം നന്മയിലേക്ക് ഒരുപാട് നടന്നു വന്ന മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗവാസിയാണ്, ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അവസാനം പടച്ച റബ്ബ് ആ മലക്കുകൾക്കിടയിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ നടന്നു വന്ന ദൂരം നന്മയിലേക്ക് നടന്നു വന്ന ദൂരമാണോ കൂടുതൽ, അതോ തെറ്റിൻ്റെ ആ സ്ഥലത്തേക്കുള്ള ദൂരമാണോ അടുത്തത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കുകയും അവസാനം മലക്കുകൾ നോക്കുമ്പോൾ ഇദ്ദേഹം നന്മയുടെ ആ നാട്ടിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയോ ഒരു നന്മയുടെ തരിമ്പ് അവശേഷിച്ചു, ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊതിച്ചു. അങ്ങനെ അല്ലാഹുവിൻ്റെ പടച്ചവൻ്റെ കാരുണ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് നടന്നുപോയ ആ മനുഷ്യൻ അവസാനം പടച്ചവൻ്റെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഇത് നന്മയുള്ള ഒരു മനുഷ്യൻ്റെതാണ്.
ഇങ്ങനെ മനുഷ്യനിൽ ഒരു നന്മ അവശേഷിക്കുമെന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ലോകത്ത് ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു തരിപ്പ് പോലും നന്മ അവശേഷിക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഇന്നും ലോകത്ത് സർവ്വ തിന്മകളുടെയും താക്കോലായി നടക്കുന്ന ജൂതന്മാരും അവരുടെ രാഷ്ട്രവുമാണെന്ന് കാണാൻ സാധിക്കും. സ്വാർത്ഥതയിലും കളവിലും വഞ്ചനയിലും അക്രമത്തിലും ക്രൂരതയിലും അടിച്ചമർത്തലിലും സ്വേച്ഛാധിപത്യത്തിലും അങ്ങനെ പൈശാചികതയുടെ എല്ലാ മുഖങ്ങളെയും ആവാഹിച്ച ഒരു വിഭാഗമായിട്ട് അവർ പൈശാചികതയ്ക്ക് ഒരു നിർവചനം പറയാൻ പറ്റുമെങ്കിൽ ആ നിർവചനം പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള ഒരു മനുഷ്യരെ കാണുന്നത് അത് ലോകത്ത് ജൂതന്മാരാണ്. 1939-ന്റെയും 45-ന്റെയും ഇടയിൽ ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി ഭരണകൂടത്തിന്റെ തലവൻ ഹിറ്റ്ലർ അദ്ദേഹം ഈ ജൂതന്മാരെ കുറിച്ച് വിശേഷിപ്പിച്ചത് ലോകത്തിന് തന്നെ അപകടകരമായ രോഗാണുക്കളാണെന്നാണ്. ഇവരുടെ അപകടം 1920-കളിൽ അദ്ദേഹം തിരിച്ചറിയുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ആളുകളെ കൊന്ന ഈ മനുഷ്യൻ കുറച്ച് ജൂതന്മാരെ അവശേഷിപ്പിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ഞാൻ ഈ ജൂതന്മാരെ അവശേഷിപ്പിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വരും തലമുറ മനസ്സിലാക്കണം. ഇവരുടെ ചെയ്തികൾ ലോകത്തിന് തന്നെ അപകടകരമാകും വിധം ഇവർ ലോകത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവരിൽ ചിലരെ ഞാൻ ബാക്കി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ പറഞ്ഞതായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുകയുണ്ടായി, പശ്ചിമേഷ്യയിലെ ക്യാൻസറാണ് ജൂതന്മാർ, ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ജൂതന്മാരെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. കയ്യിലിരിപ്പും ക്രൂരതയും കൊണ്ട് അള്ളാഹുവിന്റെ ശാപം പിടിച്ചു വാങ്ങിച്ച ഒരു കൂട്ടരാണ് ജൂതന്മാരെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നു, لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. لعن الذين كفروا, സത്യനിഷേധികളിൽ നിന്നുമുള്ള ഒരു കൂട്ടം ആളുകളെ ശപിക്കപ്പെട്ടിരിക്കുന്നു. മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം, ബനി ഇസ്രായേലുകളിൽപ്പെട്ട സത്യനിഷേധികളായ ആളുകൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ധിക്കരിച്ച് നടന്ന അതിർ ലംഘിച്ച അള്ളാഹുവിന്റെ കൽപ്പനകളെ അതിർ ലംഘിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ കോപത്തിന് അർഹരായതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. 4 വേദങ്ങളിലും ശപിക്കപ്പെട്ടവരാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചുകൊണ്ട് അവാഫി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ലുഇനു ഫി തൗറാത്തി വഫിൽ ഇൻജീൽ വഫി സബൂരി വഫിൽ ഫുർഖാൻ, തൗറാത്തിലും ഇൻജീലിലും സബൂറിലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ ശപിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ജൂതന്മാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഓരോ നമസ്കാരത്തിലൂടെയും നമ്മളോട് ഇവരുടെ കെണികളിൽ പെടാതെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിൽ മഗ്ദൂബി അലൈഹിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹുമുൽ യഹൂദു വലദ്ദാല്ലീൻ വഹുമുൽ നസാറ. അതായത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളും വലദ്ദാല്ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കളുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ വെളിച്ചത്തിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശപിച്ചതല്ല. ഒരുപാട് കാരണങ്ങളുടെ പേരിൽ ഇവർ ലോകത്തുണ്ടാക്കി വെച്ച ചെയ്തികളെ കുറിച്ച് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ എന്തുകൊണ്ടാണ് ഇവരെ ശപിക്കാൻ, ഇവർ ഇത്രത്തോളം നീചന്മാരാണെന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയാനുള്ളതിന്റെ കാരണത്തെ പറ്റിയിട്ട് അല്ലാഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒന്നാമത്തെ കാരണം, ഒരുപാട് ചതിപ്രയോഗങ്ങളിലൂടെ വിശ്വാസ വഞ്ചനയെ മേൽവിലാസമാക്കി നടക്കുന്നവരാണ് ജൂതന്മാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, ഫബിമ നഖദിഹിം മീസാഖഹും ലഅന്നാഹും, അല്ലാഹുവിനോട് ചെയ്ത കരാറുകളെ, അല്ലാഹുവിനോട് ചെയ്ത ഉടമ്പടികളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ജീവിച്ച ആളുകൾ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇവരുടെ വിശ്വാസ വഞ്ചനയുടെ തുടക്കത്തെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചതിയിലൂടെ ഇവർ വീഴ്ത്തിയതായിട്ട് നമുക്ക് കാണാം. അതായത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ് യൂസുഫ് നബി അലൈഹിസ്സലാമും. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. അതുപോലെ മറ്റൊരു മകനായിരുന്നു യൂദ എന്ന് പറയുന്ന മറ്റൊരു മകൻ. ഈ മകനാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചതിയിലൂടെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിടണമെന്ന് മറ്റുള്ള സഹോദരങ്ങളെ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട പിതാവിന്റെ സ്നേഹം മുഴുവൻ നമുക്കാകും. ഇന്ന് ആ പിതാവ് സ്നേഹിക്കുന്ന യൂസുഫ് എന്ന് പറയുന്ന ആ മകന്റെ ചിന്ത മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും പോകുന്നതാണ് എന്ന് പറയുന്നുകൊണ്ട് അവർ വളരെ തന്ത്രപരമായ രീതിയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞു തരുന്നുണ്ട്. അവർ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ചെന്ന് പറയുന്നുണ്ട്, ഖാലു യാ അബാന മാ ലക ലാ തഅമന്ന അലാ യൂസുഫ് വ ഇന്നാ ലഹു ലനാസിഹൂൻ. ഏ പിതാവേ, എന്തുകൊണ്ടാണ് താങ്കൾ യൂസുഫിന്റെ വിഷയത്തിൽ നമ്മളെ വിശ്വസിക്കാതിരിക്കുന്നത്? നമ്മൾ അവനോട് നല്ല ഗുണകാംക്ഷയുള്ള, അവനോട് എല്ലാ തരത്തിലും നന്മ വർദ്ധിക്കുന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ താങ്കൾ നമ്മളെ വിശ്വസിക്കണം. നമ്മളെ കൂട്ടത്തിൽ അർസിൽഹു മഅനാ ഗദൻ യർതഅ വയൽഅബ്. പിതാവേ, നമ്മുടെ കൂട്ടത്തിൽ ആട് മേയ്ക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവനെ നമ്മളെ കൂട്ടത്തിൽ വിടണം. അവൻ നമ്മളോടൊപ്പം ഓടിച്ചാടി കളിക്കട്ടെ, ആടുകളെ മേച്ച് ഉല്ലസിച്ച് നടക്കട്ടെ. വഇന്നാ ലഹു ലഹാഫിദൂൻ. നമ്മൾ അവനെ സംരക്ഷിച്ചു കൊള്ളാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം അവരോട് തിരിച്ചു പറയുന്നു, മക്കളെ, നിങ്ങളോട് യൂസുഫിനെ വിടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ വിടുമ്പോ ഇന്നി അഖാഫു അയ്യകുലഹു ദിഅബ്, അവനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, നഹ്നു ഉസ്ബത്തുൻ, നമ്മളൊരു വലിയ സംഘമാണ്, നമ്മൾ ശക്തരായ ഒരു സംഘമാണ്. നമ്മളുടെ കൂട്ടത്തിൽ നിന്നും അവനെ ചെന്നായ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നത് വലിയ ആശ്ചര്യം തന്നെയാണല്ലോ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വളരെ സമർത്ഥമായ രീതിയിൽ അവർക്ക് എങ്ങനെയാണോ അദ്ദേഹത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കൊണ്ടുപോവാൻ, അദ്ദേഹത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ, അദ്ദേഹത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇവരെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്, അതിനുള്ള മുഴുവൻ കളവുകളും എടുത്തുകൊണ്ട് അവർ ആവനാഴിയുടെ അവസാനത്തെ അസ്ത്രവും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോവുകയും അവസാനം പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയും അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ സന്ദർഭമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് ചരിത്രത്തിന്റെ ഓരോ താളുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും ഒരുപാട് ചതിയുടെയും വഞ്ചനയുടെയും ധാരാളം കഥകൾ, ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഈ ജൂതന്മാരുടെ വിഷയത്തിൽ കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹമായ ബനി ഇസ്രായേലികൾ അവർ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുകൊണ്ട് ഫറോവയുടെ ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞവരായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫറോവയുടെ കീഴിൽ അനുഭവിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറഞ്ഞതുപോലെ അവരുടെ ആൺമക്കളാണെന്ന് പ്രസവിക്കുമ്പോൾ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫിർഔനിന്റെ കിങ്കരന്മാർ വന്ന് പിടിച്ചു കൊന്നുകളയുകയും അവരുടെ സ്ത്രീകളെ അടിമകളാക്കി വെക്കുകയും ചെയ്ത ഒരു സമൂഹത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഫിർഔനെ ചെങ്കടൽ മുക്കിക്കൊന്നുകൊണ്ട് ബനി ഇസ്രായേലുകളെ ഫിർഔനിന്റെ ആ കുതന്ത്രങ്ങളിൽ നിന്നും അവന്റെ ക്രൂരതകളിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുത്തിയിട്ടും അവസാനം അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ച 40 ദിവസം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം വാങ്ങുന്നതിനായിട്ട് പോയപ്പോ അല്ലാഹുവിനോട് പൊറുക്കാൻ പറ്റാത്ത ശിർക്ക് ചെയ്ത വിഭാഗമാണ് ബനി ഇസ്രായേലികൾ. അതുപോലെ ഒരുപാട് നന്ദികേടുകൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹുവിനോടും ചെയ്ത ഒരു വിഭാഗമാണ് ബനി ഇസ്രായേലികൾ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കൊന്നവരാണ് ജൂതന്മാർ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിലേറ്റുന്നതിന് വേണ്ടിയിട്ട് ചതിച്ചു കൊണ്ടുപോയവരാണ് ജൂതന്മാർ. അതുപോലെ ഏറ്റവും നല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അത്രയും നല്ല സ്ത്രീ എന്ന് വിശേഷപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവിയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തി മോശപ്പെട്ട സ്ത്രീയാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ ഒരു കൂട്ടർ ജൂതന്മാരാണ്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും
ഈ അടുത്തതായിട്ട് മുള പൊന്തിയ ഒരു ക്രിസ്തീയ സംഘടന, അവർ ഇസ്ലാമിക വിരോധം വെച്ചുകൊണ്ട് ഫലസ്തീനിൽ പോലും പാവപ്പെട്ട പിഞ്ച് മക്കൾ പിടഞ്ഞു വീഴുമ്പോൾ ആ ചോരയിലും ആനന്ദം കൊള്ളുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസധാരയായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്ങനെയോ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമോഫോബ് കുത്തി നിറച്ച, അതിന്റെ ഇസ്ലാം വെറുപ്പ് കുത്തിവെച്ച ഒരു സമൂഹം, അവർ ഇന്നും പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ ഇവിടെയുള്ള ഭരണകൂട ഭീകരരെ അഥവാ സംഘപരിവാരനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ അതിനു വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ നിരന്തരമായിട്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധമായ പ്രവാചകനെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ എടുത്തിട്ട് അതിനെ നീചമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ ജൂതന്മാരെ പറ്റിയിട്ട് തിരിച്ചറിയണം. നിങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ നടക്കുന്ന വഴിയിൽ അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു വിഭാഗം, അത് ജൂതന്മാരാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും അത് കണ്ടു കാണും. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് വരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതും ജൂതന്മാരാണ്. മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്നുള്ള മറുവശം ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ജൂതന്മാർ ക്രിസ്ത്യാനികളോട് ഇത്രയും ശത്രുതയുള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ലോകത്ത് കാണത്തില്ല. അത്രയ്ക്കും ശത്രുത ക്രിസ്ത്യാനികളോട് ജൂതന്മാർക്കുണ്ട്. പക്ഷേ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടും ഒന്നായി ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൈബറിൽ വെച്ച് നബി തങ്ങളുടെ തലയ്ക്ക് മുകളിൽ കല്ലുരുട്ടി വിട്ട് നബി തങ്ങളെ കൊല്ലാൻ നോക്കിയവരാണ് ജൂതന്മാരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹ സ്വീകാര്യമായ ഒരു സൽക്കാരം ഒരുക്കി വെച്ചുകൊണ്ട് ആട്ടിന്റെ തുട നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ആ ആട്ടിൻ തുടയുടെ ഇറച്ചിയിൽ വിഷം പുരട്ടി നബിതങ്ങളെ കൊല്ലാൻ നോക്കിയ സൈനബ് എന്ന് പറയുന്ന സ്ത്രീ ജൂത വംശത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ധീരനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം മറ്റൊരു അവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, നമസ്കാരത്തിൻ്റെതല്ലാത്ത ഒരു സന്ദർഭത്തിലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ മാറുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഒരു ജൂതൻ മദീന പള്ളിയിൽ എവിടെയോ വന്ന് ഒളിച്ചിരുന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പാരായണം തുടങ്ങുമ്പോൾ വിഷം പുരട്ടപ്പെട്ട കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വയറ്റിൽ കുത്തിക്കയറ്റി ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തിലേക്ക് നയിച്ച ആ സംഭവം ജൂതന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായതായി അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ആ ജൂതന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. ഇങ്ങനെ ലോക രാജ്യങ്ങളിൽ ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നവരായിട്ട് ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ജൂതന്മാരും അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരുമാണെന്ന് നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ ആട്ടിപ്പായിച്ച് എവിടെയും അഭയമില്ലാതിരുന്ന ഒരു കൂട്ടർക്ക് മണ്ണും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നൽകി അഭയം കൊടുത്ത ഫലസ്തീനിലെ പാവങ്ങളെ അവരെ ആട്ടിയോട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നും ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ യുദ്ധ ബോംബുകൾ കൊണ്ട് ആ ഫലസ്തീൻ ജനതയുടെ മുഴുവൻ അവരുടെ ആവാസ കേന്ദ്രങ്ങളെയും അവരെ മുഴുവൻ പട്ടിണിക്കിട്ടുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു സമൂഹമാണ് ജൂതന്മാരെന്ന് നമുക്ക് കാണാം. അവസാനം പശ്ചിമേഷ്യയിൽ തങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയും അവസാനം അവരേക്ക് ബോംബിടുകയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവസാനം വെടിനിർത്തലിലേക്ക് എത്തുകയും ആ വെടിനിർത്തലിന്റെ അവസാന സന്ദർഭത്തിലും ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഗസയിൽ ചെയ്യുന്നത് പോലെ വെടിനിർത്തൽ വന്നാലും കുറെ ആളുകളെ ബോംബിട്ട് കൊല്ലാം എന്നുള്ള ലക്ഷ്യത്തിൽ ഇറാനിലേക്ക് ബോംബിടുകയും, പക്ഷെ ജൂതന്റെ ചതിയെക്കുറിച്ച് ഇന്നലത്തെ ചരിത്രങ്ങൾ പഠിച്ച ഇറാനിന്റെ ഭരണകൂടം അതിനെ അപ്പോൾ തന്നെ തിരിച്ചടിക്കുകയും അവസാനം തോറ്റു പിന്മാറുകയും ചെയ്ത ഒരു സംഭവം നമുക്ക് ഇപ്പോ വർത്തമാന കാലത്തിൽ വായിക്കാൻ സാധിക്കും.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചതിയും വഞ്ചനയും നടത്തുന്ന ആർക്കും ലോകത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ ശാപം വാങ്ങിച്ചവരാണ് ആ കൂട്ടരെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നു, സലാസുൻ മൻ ലം യകുൻ ഫീഹി വാഹിദത്തുൻ മിൻഹുന്ന ഫഇന്നല്ലാഹ യഗ്ഫിറു ലഹു മാ സിവാ ദാലിക ലിമൻ യശാ. 3 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷേ ഈ 3 കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യം ഒരുത്തനിൽ അവശേഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയില്ല. ഒന്നാമതായിട്ട് അല്ലാഹു പറയുന്നു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ. ആരെങ്കിലും അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും എന്നുള്ള ഉറപ്പോടു കൂടി ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ചെയ്ത മറ്റുള്ള പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തേക്കാം. വലം യകുൻ സാഹിറൻ യത്തബിഉ സഹറത. മാരണം ചെയ്ത് മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന മാരണക്കാരെ പിൻപറ്റുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. മൂന്നാമതായിട്ട് വലം യഹ്ഖിദ് അലാ അഖീഹി. തന്റെ സഹോദരനെ ഒരു തരത്തിലും വഞ്ചിക്കത്തില്ല എന്ന് ഒരു ദൃഢ തീരുമാനമെടുത്ത മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയേക്കാമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന കാര്യം, അതുപോലെ സാഹിര്യങ്ങളെ, സ്മാരണക്കാരെ, കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക് പോവുകയില്ല എന്നും, അതുപോലെ ഒരു മനുഷ്യനെയും ജീവിതത്തിൽ ഞാൻ വഞ്ചിക്കത്തില്ല എന്നുമുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, സത്യം മറച്ചുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കുന്നവരാണ്. ലോകത്ത് സത്യത്തെ മൂടി വെച്ചുകൊണ്ട്, ഇന്ന് പോസ്റ്റ് ട്രൂത്ത് യുഗമാണ്, അതായത് സത്യം മൂടി വെച്ചുകൊണ്ട് അസത്യത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം തയ്യാറെടുക്കുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഇവരെ കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. സത്യം അല്ലാഹു അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യന് ബോധ്യപ്പെട്ടതിന് ശേഷവും അതിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ പറയുന്നു. അതായത് എന്റെ പ്രിയപ്പെട്ടവരെ, ജൂതന്മാർക്കും നസാറാക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വ്യക്തമായിട്ട് അവരുടെ ഇഞ്ചീലിലും തൗറാത്തിലും ഒക്കെ പറഞ്ഞ കാര്യമാണ്, അന്ത്യപ്രവാചകൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയും ആ പ്രവാചകനെ ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ആ അന്ത്യപ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലും ഇഞ്ചീലിലൂടെയും ഒക്കെ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ അവർ ആ അന്ത്യപ്രവാചകൻ വന്നപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവെടിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ വിശ്വാസ കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും സത്യത്തെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്ത് വംശീയതയും വർഗീയതയും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ് ജൂതന്മാരെ നമുക്ക് കാണാം. ആദ്യമായിട്ട് ഇവർ ഇറാനെ ആക്രമിച്ചപ്പോ പറഞ്ഞത്, ഇറാനിൽ എന്തോ ആണവായുധം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഉതകുന്ന എന്തോ ആണവായുധം ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇറാനിൽ ആക്രമണം തുടങ്ങിയത്. പിന്നീട് അവരുടെ ലക്ഷ്യം മാറി ആയത്തുല്ലാ അലി ഖാംനഈ കീഴടങ്ങണമെന്നും അവിടെയുള്ള ഭരണത്തെ അട്ടിമറിക്കണമെന്നുമുള്ള ലക്ഷ്യം മുമ്പ് അമേരിക്ക ഇറാഖിൽ ചെയ്തതുപോലെ സദ്ദാം ഹുസൈന്റെ അടുക്കൽ, സദ്ദാമിന്റെ പട്ടാളത്തിന്റെ അടുക്കൽ എന്തോ വലിയ ലോകത്തെ നശിപ്പിക്കുന്ന ഭീകര ബോംബുകളുണ്ട്. അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറാഖിനെ അടിക്കുന്നതെന്ന് മനുഷ്യനെ, മറ്റുള്ള രാഷ്ട്രങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇറാഖിലേക്ക് കയറി നാമാവശേഷമാക്കി അവസാനം സദ്ദാമിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് സദ്ദാമിനെയും തൂക്കിലേറ്റുന്ന ആ ഒരു ചിത്രം ലോകം കണ്ടതാണ്. ഇതേ ചിത്രമാണ് ഇറാനിൽ അവർ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോയത്. പക്ഷേ ശക്തമായ തിരിച്ചടിയിൽ അടിപതറി പിന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഭൂമിയിൽ അക്രമങ്ങളും കുഴപ്പങ്ങളും നിരന്തരം ഉണ്ടാക്കി നടക്കുന്ന ഒരു കൂട്ടരാണ് ജൂതന്മാരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, ഫബിദുൽമി മിനല്ലദീന ഹാദു ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ
ഉഹില്ലത് ലഹും വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ. അല്ലാഹു എന്തുകൊണ്ടാണ് ജൂതന്മാരെ ശപിച്ചതെന്ന് പറഞ്ഞതിന് മൂന്നാമതായിട്ട് അല്ലാഹു പറയുന്നു, ഒരുപാട് തിന്മകൾ, ഒരുപാട് അക്രമങ്ങൾ കാണിച്ച കൂട്ടർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹലാലാക്കി കൊടുത്തതിനെ, അവർക്ക് അനുവദനീയമാക്കി കൊടുത്തതിന്റെ പലതിനെയും അല്ലാഹു അവർക്ക് ഹറാമാക്കി. വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറ. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യരെ തടഞ്ഞ കൂട്ടരാണ് ജൂതന്മാർ, യഹൂദികളെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഈ ചതിയും ഇവരുടെ ഈ കുതന്ത്രങ്ങളും കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ നടപ്പിലുണ്ടായിരുന്ന കോലം മറിക്കൽ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതായത് തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലാഹു കോലം മറിക്കും. അങ്ങനെ ഖിറദത വൽ ഖനാസിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കോലന്മാരും പന്നികളുമായിട്ട് കോലം മറിച്ച ഒരു കൂട്ടരാണ് ഇക്കൂട്ടരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ക്രൂരതകൾക്ക് ഇന്നലകളിൽ സാക്ഷ്യം വഹിച്ചവരാണ് ജൂതന്മാർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയവരാണ് അവർ. ഇന്നും ലോകത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, ആരുമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് എത്രത്തോളം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ബർമയിൽ നിന്നും മുസ്ലിമീങ്ങൾ ആട്ടിപ്പായിച്ച് അവർ കപ്പലുകളിൽ ഇങ്ങനെ ഒരു രാജ്യത്ത് അഭയം തേടിയിട്ട് ആരെങ്കിലും ഒന്ന് സഹായം തരണം എന്ന് നിലവിളിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ എല്ലും തോലും ഭക്ഷണവും ഇല്ലാതെ ഒന്നുമില്ലാതിരുന്ന ഒരു സമൂഹത്തിന് അവർക്ക് കിടന്നുറങ്ങാൻ, അന്തിയുറങ്ങാൻ, അന്തിവിശ്രമം കൊള്ളാൻ വീടുകൾ നൽകി, മണ്ണ് നൽകി, ഭക്ഷണം നൽകി, പാർപ്പിടം നൽകിയ ഒരു സമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് ഇന്ന് അവർ ക്രൂരതകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പട്ടാളം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്ന ഫലസ്തീൻ മക്കളുടെ മേലെ നിറയൊഴിച്ചു കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ഫലസ്തീൻ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുകയാണ്. ആ പിടഞ്ഞു വീഴുന്ന രക്തത്തിൽ അവർ ഇന്നലെ വരെ ആനന്ദം കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തിരിച്ചടി കിട്ടിയപ്പോ, ഇറാനിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോ അവരെല്ലാവരും ഇറാനോട് ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. സ്റ്റോപ്പ് ദ വാർ, ഇറാൻ സ്റ്റോപ്പ് ദ വാർ. ഇറാൻ, നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം, നമ്മൾ സമാധാനത്തെ ആഗ്രഹിക്കുന്നു. ആ പറഞ്ഞ ഇസ്രായേലിന്റെ ആളുകൾക്ക് നമ്മളും അത് തന്നെയാണ്. ലോകത്ത് ആരും കുഴപ്പമുണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ലോകത്ത് മുഴുവൻ സമാധാനം വരണം, ശാന്തി വരണം, മനുഷ്യന്മാരെല്ലാം സന്തോഷത്തോട് കൂടി ജീവിക്കണം എന്നതാണ് ലോക ജനതയുടെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്താൻ പറയാനുള്ളത്, നിങ്ങളുടെ ക്രൂരനായ സ്വേച്ഛാധിപതിയായ പാവപ്പെട്ട മനുഷ്യരുടെ രക്തത്തിൽ ആനന്ദിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ്. അതുകൊണ്ട് ലോകം അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ യുദ്ധം നിർത്തണം. പാവപ്പെട്ട ഫലസ്തീൻ മക്കൾ അവർ അഭയം നൽകിയ ഭൂമിയിൽ UN നിശ്ചയിച്ചു കൊടുത്തിരുന്നും എത്രയോ 3 ഇരട്ടിയോളം ഇന്ന് അധികരിച്ച് അവസാനം ഇന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു തുണ്ട് ഭൂമി 40 കിലോമീറ്റർ ചുറ്റളവിൽ കേരളത്തിന്റെ ഏറ്റവും ചെറിയ ജില്ലയുടെ അത്ര പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഫലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഏകദേശം 50,000-ഓളം വരുന്ന മനുഷ്യരെ കൊന്നു തീർത്തിട്ടും ഇന്നും കലിയടങ്ങുന്നില്ല. അവരുടെയുള്ള കെട്ടിടങ്ങൾ 80% നശിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഇസ്രായേൽ നിലവിളിക്കുന്നു, നഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. ലോക ജനതയോട് സഹായത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കണക്കുകൾ പുറത്തുവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികൾക്കും സ്വേച്ഛാധിപതികൾക്കും ധിക്കാരികൾക്കും ഒരു നാൾ അവസാനം വെച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഫിർഔനും നമ്രൂദും ഹാമാനും കാറൂനും എല്ലാം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാൾ ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ കിങ്കരന്മാർ ഒരു നാൾ നശിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വേച്ഛാധിപതികളും അക്രമികളുമായിട്ടുള്ള ഈ സമൂഹത്തെ നശിപ്പിക്കുകയും ലോകത്ത് മുഴുവൻ സമാധാനവും ശാന്തിയും കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ്, വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെതിരെയുള്ള ആളുകൾ അവർ എന്നും കുഴപ്പങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഏറ്റവും വലിയ കുതന്ത്രം മെനയാൻ കഴിവുള്ളവൻ അവൻ അല്ലാഹുവാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ മുതൽ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ മുഹറം മാസം ഒരുപാട് ധിക്കാരികളുടെ
അവസാനത്തിന് അന്ത്യം കുറിച്ച മാസം കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ അക്രമകാരികളിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുകയും അല്ലാഹു സമാധാനമുള്ള നല്ല ഒരു പുലരിക്ക് എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന്